രന രന രനു സ്മരണകൾ ഏറെ പിന്നിലേക്ക് പായുകയാണ്. 10ാം ക്ലാസ് എന്ന കടമ്പ കഴിഞ്ഞു നിൽക്കുന്ന യോദ്ധാവാണ് ഞാനപ്പോൾ. മഹായുദ്ധം ജയിച്ച് മധുര 16ലേക്കുള്ള യാത്രയിലാണ്. അത് ദൈവത്തുരത്തിലുള്ള ഒരു കലാലയത്തിലേക്കായാലോ? എന്തൊക്കെ ഓർമ്മകളാണ് എനിക്ക് ഈ മണ്ണിലുള്ളത്. ലോകം കീഴടക്കാനുള്ള ആത്മവിശ്വാസത്തോടെ ആദ്യമായി കോളേജിന്റെ പടി ചവിട്ടിയത് ഇവിടെയാണ്. പ്രീ ഡിഗ്രിയുടെ സുവർണ നാളുകൾ പിന്നിട്ടത് ഈ കോളേജിലാണ്. ഈ ലോകം എനിക്കും കൂടി ഉള്ളതാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടായത് ഇവിടെ നിന്നാണ്. പ്രണയത്തിന്റെ മധുരക്കിനാക്കളെ ഓമനിച്ചു തുടങ്ങിയതും ഇവിടെ നിന്നായിരുന്നില്ലേ? പുസ്തകങ്ങളും വായനയും ഏകാന്തതയിലേക്ക് കടന്നു വന്നതും ഇവിടെ വെച്ചായിരുന്നു. കവിത എഴുത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചതും എഴുതി തുടങ്ങിയതും ഈ മണ്ണിൽ നിന്നായിരുന്നു. ഭാവനയുടെ കലയുടെ വിത്തുകൾ ബീജാവാപം ചെയ്യപ്പെട്ടതും ഈ തുരുത്തിൽ നിന്നായിരുന്നു. പത്രത്തിലെ പ്രതികരണത്തിലൂടെ ആദ്യമായി എൻ്റെ പേര് അച്ചടിച്ചു വന്നപ്പോൾ ഉണ്ടായ സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക? രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റി ഞാൻ എഴുതിയ ഒരു ലേഖനം അച്ചടി മഷി പുരണ്ട് പുറലോകം കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഞാൻ ഇന്നും മറന്നിട്ടില്ല. പ്രീ ഡിഗ്രി പഠനം വേറിട്ടൊരു അനുഭവമായിരുന്നു. ഇവിടെ സംഗീതവും സാഹിത്യവും കലകളും പഠനവുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. സൗഹൃദങ്ങളുടെ വർണ്ണാഭയം അനുഭൂതികളും ഉണ്ടായിരുന്നു. കായിക വിനോദങ്ങളുടെ അകമ്പടിയും ഉണ്ടായിരുന്നു. എൽത്തുരുത്ത് തൃശൂർ നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചെറിയ ഗ്രാമം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന സ്ഥലം. കോളേജ് സ്കൂൾ സ്റ്റോപ്പിൽ ബസ് യാത്ര അവസാനിക്കുന്നു. അവിടെ റോഡ് അവസാനിക്കുകയാണ്. കോളേജിനും സ്കൂളിനും ചുറ്റും പരന്നു കിടക്കുന്ന കോൾപ്പാടങ്ങളാണ്. കാഴ്ചയുടെ വസന്തം തന്നെയാണത്. ഏകാന്തതയുടെ വിജനതയുടെ തണൽമരങ്ങളും കിളിമൊഴികളും ആകും ഈ തുരുത്തിൽ ചെന്നാൽ നമ്മെ സ്വീകരിക്കുക. കോൾപ്പാടങ്ങളിൽ നിന്നും നമ്മെ മന്ദം തലോടിക്കൊണ്ടു പോകും. കാറ്റിനോട് കുശലം പറയാം. ഓർമ്മകളുടെ മരച്ചില്ലകളിൽ ഇരുന്ന് സല്ലപിക്കാം. പൂമരങ്ങളോടും വാഗമരങ്ങളോടും കിഞ്ഞിരിക്കാം. ഗൃഹാതുരതയുടെ ചൂരും മൃദുലതയും ആവോളം നുകരാം.
ജീവന്റെ അവിരാമ കർമ്മ പ്രവാഹമായി കാലങ്ങളായി ഹൃദു ചക്രങ്ങളായി നമ്മെ നിത്യം നയിക്കുന്ന സർഗപ്രപഞ്ചമേ നാദങ്ങളാ. पिया को मना मानत नाही रे, पिया को मना मानत नाही रे, पिया को मना मानत नाही रे, बिनती करते मैं तो हाना, पिया को मना मानत नाही रे. കേരള സാമൂഹ്യ രംഗത്ത് ഏറെ ചലനങ്ങൾ സൃഷ്ടിച്ച ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടം കൂടിയാണ് എൽത്തുരുത്ത്. 1858 ചാവറ പിതാവ് ഇവിടെ ഒരു ക്രിസ്ത്യൻ ആശ്രമം ആരംഭിക്കുന്നത്. ആശ്രമം സന്ദർശിച്ച ജർമ്മൻ മിഷണറി അച്ഛന്മാരാണ് ഇതിനെ എൽത്തുരുത്ത് എന്ന് പേരിട്ടതെന്നാണ് കരുതുന്നത്. എൽ എന്നതിന്റെ അർത്ഥം ഹീബ്രു, ലാറ്റിൻ ഭാഷകളിൽ ദൈവമെന്നാണ്. എൽത്തുരുത്ത്, ദൈവത്തിന്റെ തുരുത്ത്. ഈ വാഗമരത്തെ ഒന്ന് നോക്കൂ. നൂറ്റാണ്ടുകൾ പിന്നിട്ട മരമുത്തച്ഛനാണിത്. ഈ മരത്തിന് താഴെ ബോർഡിങ്ങിലെ കുട്ടികളുമൊത്ത് എത്രയോ തവണ പന്ത് തട്ടി കളിച്ചിട്ടുണ്ട്. കൽപ്പടവുകളിലിരുന്ന് സൊറയടിച്ചിട്ടുണ്ട്. സായം സന്ധ്യകളുടെ വർണ്ണാഭ കണ്ടിട്ടുണ്ട്. ചിച്ചുവും ചന്തുവും ജിമ്മുമൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും? ദൂരെ 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 ഏതോ തീരം തേടി എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിൽ കറ്റയേന്തി വരുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ബോട്ടിൽ ഫ്രഷ് പ്ലാന്റുകളുടെ ഇടയിലൂടെ നടന്ന് പഠിച്ചിട്ടുണ്ട്. ഓർച്ചാഡിന്റെ സമൃദ്ധികൾ കണ്ടിട്ടുണ്ട്. പ്രണയത്തിന്റെ കസവു നിറങ്ങൾക്ക് വേണ്ടി കാത്തുനിന്നതും ഈ ഇടവഴികളിലായിരുന്നു. ഒന്നും പറയാതെ നാം എവിടേക്കൊക്കെയോ പോയി മറഞ്ഞു. അൽഫോൺസും ജോർജും ജോണും മനോജും ഒക്കെ തീർത്ത സംഗീത ദിനങ്ങൾ, പാശ്ചാത്യ സംഗീതത്തിന്റെ ആരവങ്ങൾ, എങ്ങനെയാണ് അതൊക്കെ മറക്കുക? കലാമത്സരങ്ങൾ, ഡീസോണിൽ നിന്നും മറ്റും കിട്ടിയ സമ്മാനങ്ങൾ, ഓർമ്മകളുടെ വലിയ തിരകൾ മനസ്സിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. തോൾപ്പാടങ്ങളുടെ അതിനുള്ളിലൂടെ ഒഴുകുന്ന തോടിന്റെ ഗർത്തങ്ങളിൽ പോയി മുങ്ങി മരിച്ചവരേറെയുണ്ട്. വൈദിക വിദ്യാർത്ഥികളായ 5 പേരും അവരോടൊപ്പം ഉണ്ടായിരുന്ന പുരോഹിതനും തോണി മറിഞ്ഞ് മരിച്ച സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
ഞങ്ങളുടെ പ്രീ ഡിഗ്രി ബാച്ചിനെ ഒരുമിപ്പിക്കാനുള്ള കൂട്ടിയിണക്കാനുള്ള ശ്രമങ്ങൾ ബാച്ചിലെ ചിലർ ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിരുന്നു. അതേറെക്കുറെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ബാച്ചിൽ ഒട്ടേറെ പേരെ കണ്ടെത്തി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സജീവമായ ഒരു ഗ്രൂപ്പായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിലും ഏറെ സന്തോഷമുണ്ട്. കോൾപ്പാടത്തു നിന്നും വിശറിയടിക്കുന്ന ഒരു പിശറൻ കാറ്റ് എവിടെയോ നങ്കൂരമിടാൻ പായുന്നത് കാണാം. ദേശാടന പക്ഷികൾ കൂട്ടമായി വന്ന് ചിലയ്ക്കുന്നതും കേൾക്കാം. ആത്മാക്കളെ ഉണർത്തി പള്ളിമണികൾ മുഴങ്ങുന്നു. കാലത്തിന്റെ ഘടികാരങ്ങൾ നമ്മെ ഉണർത്തിയും കരയിപ്പിച്ചും മോഹിപ്പിച്ചും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു.